വയനാട് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സ്വയമേ ഒഴിഞ്ഞിരിക്കുകയാണ് ND അപ്പച്ചൻ. ND അപ്പച്ചേട്ട ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ചേട്ടാ, പാർട്ടി ഏറ്റവും വലിയ സംഘടനാ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഒരു അവസരത്തിലായിരുന്നു താങ്കൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നത്. പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പടിയിറക്കം ഉണ്ടായിരിക്കുന്നത്. സന്തോഷത്തോടു കൂടി തന്നെയാണോ ഈ പടിയിറക്കം? ഞാൻ മാറണമെന്ന് പറയുകയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. KPC നേതൃത്വം പറയുകയാണ് മാറണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത്. വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമായിരുന്നു അങ്ങയുടേത്. അപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും ഈ സന്നദ്ധത സ്വയം അംഗീകരിച്ചു കൊടുത്തതാണ്. ഞാൻ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത കാലഘട്ടം മുതൽ വളരെ വലിയ പ്രതിസന്ധികൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം നമ്മൾ സധൈര്യം ശക്തമായി നമ്മുടെ പാർട്ടി നേതൃത്വത്തിനോടൊപ്പം, വയനാട് ജില്ലയിലെ നേതൃത്വത്തിനോടൊപ്പം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിലെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ ഇഷ്യൂസ് അതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഉത്തരവാദിത്തമില്ല കാര്യം. പാർട്ടി ഒറ്റക്കെട്ടായി പോകുന്ന അവസരത്തിൽ ഈ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? അല്ല, അവരാരും എനിക്ക് പിന്തുണ തരാതിരുന്നിട്ടില്ലല്ലോ. എല്ലാവരെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അവസാനം പറഞ്ഞത് പ്രിയങ്കയുമായിട്ട് വലിയ വലിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ ആൾക്കാരുണ്ടാക്കിയതല്ലേ പറഞ്ഞിട്ട്. രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിച്ചു, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും. മൂന്ന് തെരഞ്ഞെടുപ്പ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് 70 മുതൽ നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പിലും നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിൽ അതൃപ്തിയില്ല ആരോടും. ഗ്രൂപ്പ് തർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഒരു അതൃപ്തി എനിക്കില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ഞാൻ സംഘടനയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനൊരു സംഘടനയിലെ എന്തൊക്കെയാണ് നടപടികൾ എന്ന് പറഞ്ഞാൽ നടപടികൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ചുമതലപ്പെട്ട ഒരാളാണ് ഞാൻ. ആ രൂപത്തിൽ ഞാൻ മുന്നോട്ട് പോകും. ഏതായാലും വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ND അപ്പച്ചൻ. ഏതായാലും KPCC പറയുന്ന ഏത് ജോലിയും ഇനി പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ശ്രീ ND അപ്പച്ചൻ പറഞ്ഞത്. ഏതായാലും വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.